ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മുട്ടയാണ്, നാടൻ മുട്ടയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, നമ്മൾ കുറച്ച് കുരുമുളക് ഇതിന് ആവശ്യമുണ്ട്. അതുപോലെ ഒരു മിക്സിയുടെ ജാറ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ വേണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കുരുമുളക് ഇട്ടാൽ മതി. ഇനി കുരുമുളക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഒരുപാടൊന്നും ആഡ് ചെയ്യരുത്. ഒരു വെളുത്തുള്ളി തന്നെ ഇട്ടാൽ മതി. ഇൻ കേസ് അധികം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഓരോ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിക്കുക. എന്നിട്ട് പിന്നീട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക, പിന്നെയും അടിക്കുക. അങ്ങനെ ഒരു മയോണൈസിൻ്റെ കോൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് നിർത്തും. അങ്ങനെ അടിച്ച് കിട്ടുമ്പോൾ ഇങ്ങനൊരു രീതിയിലാണ് നമുക്ക് മയോണൈസ് കിട്ടുക. ഇനിയും തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. ഗൈസ്, നമ്മുടെ കിഡിലൻ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് മന്തി റൈസും ചിക്കനും കൂട്ടിയിട്ട് മയോണൈസ് ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മന്തിയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല മന്തീൻ്റെ ഈ റെസിപ്പി. അതുപോലെ തന്നെ മന്തിക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള സൈസിലുള്ള ചിക്കൻ പീസാണ് വേണ്ടത്. പക്ഷെ നമ്മൾ വാങ്ങിയപ്പം ഇങ്ങനത്തെ സൈസിലാണ് അവർ മുറിച്ച് തന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മന്തി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാഞ്ഞത്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. കറക്റ്റ് ചിക്കൻ മന്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള റൈസും ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കന് മയോണൈസിൽ മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഈ മയോണൈസിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.